സംസ്ഥാനത്ത് മഴ തുടർച്ച തന്നെയാണ്. മഴ മുന്നറിയിപ്പുകൾ ശ്രദ്ധയോടെ നോക്കി ജാഗ്രതയോടെ ഇരിക്കേണ്ട ദിവസങ്ങളാണ്. നേരിയൊരു മഴ ശമനം എന്ന് പറയാമെങ്കിലും മഴ മൂലമുണ്ടാകുന്ന നാശങ്ങൾ ഒരുപാടാണ്. കടലിൽ കാണാതായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കിട്ടി. തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യമുണ്ടായ ദിവസമാണ്. വൈകുന്നേരമായപ്പോഴേക്കും മറ്റൊരു കെട്ടിടം കൂടി തകർന്നു വീണ വാർത്ത വന്നു. മലമ്പുഴ ബാണാസുര സാഗർ അണക്കെട്ടുകൾ തുറക്കുന്ന സാഹചര്യം. ജലനിരപ്പ് 136 അടിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കാനാണ് സാധ്യത. പെരിയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മഴ മൂലമുണ്ടാകുന്ന നാശങ്ങൾക്ക് പുറമെയാണ് റോഡിലെ കുഴികളുണ്ടാക്കുന്ന മരണക്കെണികൾ. തൃശൂരിൽ ഇന്നും പ്രതിഷേധമുണ്ടായി. ജാഗ്രതയോടെ ഇരിക്കാം, മഴക്കാലമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ശ്രീ ഫഹദ് മർസൂഖ്, ശ്രീ എം കെ ഹരിദാസ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അതിനു മുമ്പ് നമ്മുടെ റിപ്പോർട്ടർമാർ എല്ലാ സ്ഥലങ്ങളിലും ചേരുന്നുണ്ട്. ആദ്യം രാഹുൽ വിജയനിലേക്ക് പോകുന്നു. രാഹുൽ, 135 അടി 136 അടി ഏത് സമയവും അയക്കാവുന്ന ഒരു സാഹചര്യം മുല്ലപ്പെരിയാറിലുണ്ട്. എന്തായാലും ഈ രാത്രി അണക്കെട്ട് തുറക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമോ രാഹുൽ? ഹഷ്മി, തീർച്ചയായിട്ടും 2021 സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്നുള്ളത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ധാരണയാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ഈ ഷട്ടർ തുറന്ന് വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ഷട്ടറുകൾ ഉയർത്തി സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കാനുള്ളൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. സാധ്യതകൾ മാത്രമാണ് ഇപ്പോഴും കൽപ്പിക്കുന്നത്. എന്തായാലും ഇടുക്കി ജില്ലാ ഭരണകൂടം ഈ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 135.30 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടുണ്ട്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. രാവിലെ ഉണ്ടായിരുന്നത് 5800 ഘനയടി വെള്ളം സെക്കൻഡിൽ ഡാമിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതിപ്പോൾ 3800 ഘനയടിയായി കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 2050 അടിയിലേക്ക് 50 ഘനയടിയിലേക്ക് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ 136 അടി പെട്ടെന്ന് ജലനിരപ്പ് ആ ഒരു അളവിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്ക വേണ്ട എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ആദ്യം മുതൽ തന്നെ അറിയിക്കുന്നത്. മാത്രമല്ല, ഈ 136 അടി എന്നത് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പരമാവധി സംഭരണ ശേഷിയല്ല. റൂൾ കർവ് അനുസരിച്ചുകൊണ്ട് നിലവിൽ സംഭരിക്കാൻ കഴിയുന്ന വെള്ളത്തിന്റെ പരമാവധി അളവ് എന്ന് പറയുന്നതാണ് ഈ 136 അടി. അതിന് മുകളിലേക്ക് ഒരല്പം ജലനിരപ്പ് ഉയർന്നാലും വലിയ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഏതെങ്കിലും വിധത്തിൽ കനത്ത മഴയാണ് എങ്കിൽ കൂടുതൽ ജലനിരപ്പ് വരുന്നത് വരെ അല്ലെങ്കിൽ കൂടുതൽ വെള്ളം സംഭരിക്കുന്നതിന് ഒരുപക്ഷെ ഇരു സംസ്ഥാനങ്ങളും തീരുമാനമെടുക്കാം. അതുകൊണ്ട് ഏതെങ്കിലും ഈ മുന്നറിയിപ്പുകൾക്കും എടുക്കുന്ന മുൻകരുതലുകൾക്കും കുറവില്ലല്ലോ. ഇപ്പോൾ അതിന്റെ തീരത്തുള്ള 800 ചില്ലുവാനം വീടുകളോട് മാറി താമസിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം, പെരിയാർ തീരത്തുള്ളവർ ഏത് രീതിയിലുള്ള ജാഗ്രത പാലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തത. രാഹുൽ, ഹഷ്മി, ഇന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തിടുക്കപ്പെട്ടൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് ആളുകളിൽ ചെറിയ തരത്തിലെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ആ ഉത്തരവ് മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കാൻ സാധ്യത ഇന്ന് രാത്രി 8 മണിക്ക് തന്നെ ഈ മഞ്ചുമല, ആറ്റോരം, പെരിയാർ, അതുപോലെ തന്നെ അയ്യപ്പൻകോവിൽ, ഉപ്പുതറ ഈ ഭാഗത്ത് ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന 883 കുടുംബങ്ങളിലെ ഏകദേശം 3000-ഓളം ആളുകളെ അടിയന്തരമായി മാറ്റണം, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം, 20 ക്യാമ്പുകൾ തുറക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു. പക്ഷേ അത് ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അത്രയും ആളുകളെ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് എങ്കിൽ ഈ ആളുകളെയൊക്കെ മാറ്റാനുള്ള സാവകാശം ലഭിക്കുന്നതാണ്. ഇതിന് മുൻ വർഷങ്ങളിലുമൊക്കെ സമാനമായ രീതിയിലായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഉത്തരവ് വന്നത് ചെറിയ തോതിലെങ്കിലും ആളുകളിലൊരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഉത്തരവ് പിൻവലിക്കും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് എന്തായാലും 8 മണിയോടുകൂടി 883 കുടുംബങ്ങളിലെ ആളുകളെ മാറ്റി പാർപ്പിക്കില്ല. പക്ഷേ ജാഗ്രത വേണം. പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ തുറക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു കരാർ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ ധാരണ ലംഘിച്ചുകൊണ്ട് രാത്രി സമയങ്ങളിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ വഴി പുറത്തേക്ക് വെള്ളം ഒഴുക്കില്ല. മാത്രമല്ല, 136 അടിയായാൽ മാത്രമേ സ്പിൽവേ ഷട്ടറിലൂടെ വെള്ളം കവിഞ്ഞൊഴുകുകയുള്ളൂ. 136 അടിക്ക് മുകളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഈ വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള ഒരു സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട, പക്ഷെ ഒരു ജാഗ്രത, ഒരു കണ്ണ് വേണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ സുർജിത്ത് അയ്യപ്പത്തിലേക്ക് തോന്നുന്നു. സുർജിത്ത്, പിന്നെ ഇപ്പോൾ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നു. അവിടെ ബാണാസുര സാഗർ ഡാം തുറന്ന ഒരു ദിവസം കൂടിയാണ്. കാരമന്തോട്, പനമരം, പുഴവരി, കബനിപ്പുഴയിലേക്ക് ഒഴുകുക എന്നുള്ളതാണല്ലോ വെള്ളത്തിൻ്റെ ഗതി. ഇപ്പോഴുള്ള ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ തീരത്തുള്ളവർ ആശങ്കപ്പെടേണ്ട അവസ്ഥ ഈ രാത്രി ഉണ്ടോ സുർജിത്ത്?
ഹാഷ്മി, ഇന്ന് രാവിലെയാണ് ഡാം തുറന്നത്. 10 മണിയോടെ 10 സെന്റിമീറ്റർ ഷട്ടറാണ്, ഒരു ഷട്ടറാണ് തുറന്നിട്ടുള്ളത്. ഇതനുസരിച്ച് 50 ഘനമീറ്റർ വെള്ളമാണ് പരമാവധി പുറത്തേക്ക് സെക്കൻഡിൽ ഒഴുക്കി വിടുക എന്നുള്ളത് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇതനുസരിച്ച് കർമാൻതോട് വഴി നേരെ പനമരം പുഴയിലേക്കും, പനമരം പുഴ കൂടൽക്കടവിൽ മാനന്തവാടി പുഴയുമായി ചേർന്ന് കബനിയാകും. അപ്പോൾ കബനിയിലും നീരൊഴുക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ ഡാം തുറന്നുവിട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷം മഴപ്പെയ്ത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായി. ഈ നിമിഷവും പലയിടങ്ങളിലും മഴയുണ്ട്, പക്ഷേ അതൊരു ചാറ്റൽ മഴയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിലെങ്കിലും വെള്ളക്കെട്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഈ കൽപ്പറ്റ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തും ഈ വെള്ളക്കെട്ട് ഉണ്ട്. വെള്ളക്കെട്ട് ഈ വെണ്ണിയോടൊക്കെ പോകുന്ന ആ റോഡിലൊക്കെ വെള്ളക്കെട്ട് ഉണ്ട്. കമ്പളക്കാട്ടേക്ക് പോകുന്ന റോഡിൽ മണിയങ്കോട് ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ചില സ്ഥലങ്ങളിൽ ഈ കോട്ടത്തറ വെണ്ണിയോട് ഭാഗത്ത് കുറുമണി എന്ന് പറയുന്ന പ്രദേശം, അത് വെള്ളക്കെട്ടിൻ്റെ ഒരു രൂക്ഷതയുള്ള ഒരു പ്രദേശമായി മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുറുമണി എന്ന് പറയുന്ന പ്രദേശത്ത് തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. പലയിടത്തും വാഴക്കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടായിരിക്കുന്നത്. ഈ വാഴക്കൃഷി വലിയ രീതിയിൽ തന്നെ ഒരു നാശം വയനാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എപ്പോഴും ഈ മഴ ഒന്ന് ആഞ്ഞു പെയ്താൽ ഈ സുൽത്താൻ ബത്തേരിയിലെ മുത്തങ്ങയിലേക്ക് പോകുന്ന വഴി കല്ലൂർ പുഴയാണ് കരകവിയുക. അവിടെ പുഴങ്കുനി എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരുണ്ട്. ആ പ്രദേശത്തു നിന്നുള്ള ആളുകളെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി എടുത്തിട്ടുണ്ട്. അത് കല്ലൂർ സ്കൂളിലേക്കും മറ്റുമായി നേരത്തെ തന്നെ മാറ്റുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. അത്യാവശ്യം ഘട്ടം വന്നാൽ ഒരുപക്ഷെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുക എന്നുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ സുർജിത്ത്, ഓക്കെ. അപ്പോൾ ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇവിടെ വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിലാണല്ലോ സംസ്ഥാനത്ത് 29 വരെ അതിശക്ത മഴ എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉണ്ടായത്. ആ മുന്നറിയിപ്പ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഒരു നേരിയ ഒരു മഴ ശമനം ഇന്ന് പകൽ സമയം കണ്ടെങ്കിലും രാത്രി പലയിടത്തും മഴ പെയ്യുന്നുമുണ്ട്. 2018 മഹാപ്രളയത്തിന് ശേഷം ജൂൺ മാസത്തിൽ സംസ്ഥാനത്ത് കിട്ടുന്ന മികച്ച മഴ 581 മില്ലിമീറ്റർ എന്ന മികച്ച മഴ ഇതിനോടകം കിട്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എത്ര കടുത്ത മഴ നമ്മൾ പ്രതീക്ഷിക്കണം ശ്രീ കമ്മത്ത്? അതോടൊപ്പം തന്നെ 30ഓടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? ഇപ്പോഴത്തെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം എന്ന് പറയുന്നത് അതിൻ്റെ തീവ്രത വളരെ കുറവാണ്. അപ്പോൾ നമുക്കറിയാം 25, 26 തീയതികളിലാണ് കേരളത്തിൽ മഴ പെയ്തത്. കേരളമെമ്പാടും മഴ പെയ്യുകയും മലമ്പ്രദേശങ്ങളിലും മഴ പെയ്തു. അപ്പോൾ ഈ അടുത്ത ഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് ഇന്ന് മഴ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. ഇനി അടുത്തുള്ള ദിവസങ്ങളിലും മഴ വളരെ കുറവായിരിക്കും. ഒരു ഏകദേശം ഒരു ജൂലൈ 7-ാം തീയതി വരെ മഴ വളരെ കുറവായിരിക്കും. പക്ഷെ കാസർഗോഡ് ഇന്നലെയൊക്കെ പെയ്തതിൻ്റെ ഒരു പകുതിയോളം മഴ അവിടെ ഇടയ്ക്കിടെ ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മറ്റിടങ്ങളിൽ മഴ കുറവായിരിക്കും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് അടുത്ത സ്പെല്ലിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 25, 26 പെയ്ത മഴ എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന മഴയാണ്. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വന്ന മഴയിലാണ് മലമ്പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അലർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരു നിശ്ചിതമല്ലാത്ത ഒരു തരം അലർട്ടുകളായിരുന്നു കിട്ടിയത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ കട്ട് ആൻഡ് പേസ്റ്റ് അലർട്ടുകൾ നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് കേരളത്തിലെ കാലാവസ്ഥാ വകുപ്പ് മാറുന്നുണ്ട്. അതായത് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. അപ്പോൾ മറ്റൊരു പ്രവർത്തനവും അതിനകത്തില്ല. കാരണം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് അതിസങ്കീർണവും പെട്ടെന്ന് മാറ്റം വരുന്നതുമാണ്. അപ്പോൾ അതിന് പ്രത്യേകമായ ശ്രദ്ധയും പഠനവും നിരീക്ഷണവും പ്രവചനവും വേണം, കാലാവസ്ഥാ പ്രവചനവും വേണം. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ മേഘങ്ങളുടെയും പിന്നെ മർദ്ദത്തിൻ്റെയും കാറ്റിൻ്റെയൊക്കെ ഗതി നോക്കിയിട്ട് നമുക്ക് പ്രവചനം സാധ്യമാകുന്നില്ല. മോഡലുകളിൽ മാറ്റം വരേണ്ടിയിരിക്കുകയാണ്. കാരണം കേരളത്തിലെമ്പാടും അന്തരീക്ഷ ധൂളി വർദ്ധിച്ചു വരുന്നുണ്ട്. നമുക്കറിയാം കേരളം എമ്പാടും റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എറണാകുളത്തൊക്കെ സിറ്റിയിലെ കാലാവസ്ഥയെ മാറ്റം കണ്ടു തുടങ്ങിയത് മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ്. ധാരാളം ധൂളി തുടർച്ചയായിട്ട് അന്തരീക്ഷത്തിലേക്ക് കിടക്കുന്നുണ്ട്. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും ധാരാളം ധൂളി അന്തരീക്ഷത്തിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പെട്ടെന്ന്, അതായത് ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് പെയ്യുന്ന മഴയിൽ ഈർപ്പം നിറഞ്ഞ വായു കടലിൽ നിന്ന് വരുമ്പോൾ അത് നേരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോയി അവിടെ ഉയർന്നു പൊങ്ങി പെട്ടെന്നുള്ള മഴയ്ക്ക് കാരണമാകുന്നു. അതിനൊരു കാരണമായിട്ട് വരുന്നത് അന്തരീക്ഷ ധൂളി വളരെ ഫൈൻ പാർട്ടിക്കിൾസ് ആണ്. PM 2.5 എന്നൊക്കെ പറയുന്ന അതേപോലുള്ള PM10 പോലെയുള്ള വളരെ ഫൈൻ പാർട്ടിക്കിൾസ്
ഈ താപം കൊണ്ട് മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മഴത്തുള്ളികൾക്ക് ഭാരം കൂടുന്നു. ഇപ്പോൾ ശിഖമതിക്ക് കഴിഞ്ഞ ദിവസം ആ ചൂരൽമല മേഖലയിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന് സംശയം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പെരുമഴ പെയ്തു. 100 മില്ലിമീറ്റർ മഴയാണെന്ന് പറയുമ്പോൾ പോലും ഒരു സമയത്ത് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഉരുൾപൊട്ടൽ ഉണ്ടായോ എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ആ പറയുന്ന ആ പുഴയിലൊക്കെ, ആ പുന്നപ്പുഴയിലൊക്കെ വലിയ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതൊരു പക്ഷേ താങ്കൾ ഈ പറയുന്ന പ്രതിഭാസമായി ബന്ധമുണ്ടോ അതിന്, ശ്രീകമ്മത്ത്? അതെ അതെ, പുല്ലൂരംപാറയിലെ ഉരുൾപൊട്ടൽ മുതൽ ഞാൻ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലെ കാലാവസ്ഥയെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. പുല്ലൂരംപാറയിൽ ഇതുപോലെ തന്നെ ആ സമയത്ത് അവർ മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെന്ന് പറയുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഈ നശീകരണ പ്രവർത്തനങ്ങൾ മൂലമാണ് അവിടെ പെട്ടെന്നുള്ള ഒരു അതിതീവ്രമായ മഴയുണ്ടായതും അതിനെ തുടർന്നുള്ള മണ്ണിടിച്ചിലും മറ്റുമൊക്കെ ഉണ്ടായെന്നാണ് അന്ന് നിരീക്ഷിച്ചത്. അപ്പോൾ അത് പിന്നീട് ശരിവെക്കുകയും ചെയ്തു. ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായതെന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് ഉണ്ടായത്. ഈ കോഴിക്കോട് ജില്ലയിലെ മൊത്തം ധൂളിയും കടന്നു പോകുന്നത് വൈത്തിരി മേഖലയിലേക്കാണ്. ആ വയനാടിൻ്റെ ചുരം കയറിയാണ്, ചുരത്തിലൂടെയാണ് ഈ ധൂളി മുകളിലേക്ക് കയറുന്നത്. ഈ ധൂളി മുകളിലേക്ക് കയറുമ്പോൾ സാധാരണ മഴത്തുള്ളികളിലേക്കാൾ ഏകദേശം 10 മടങ്ങ് വലിപ്പം വെക്കും. ഈ വലിപ്പം വെക്കും എന്ന് പറയുമ്പോൾ ഇത് മുകളിലേക്ക് പോവുകയാണ്, ഐസ് ക്രിസ്റ്റൽസായി മാറുകയാണ്. ഐസ് ക്രിസ്റ്റൽസിന് എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? ഗ്രാവിറ്റി കൊണ്ടാണ്, ഭൂമിയുടെ ഗ്രാവിറ്റി കൊണ്ടാണ് ഇത് താഴേക്ക് വരുന്നത്. അപ്പോൾ ഭാരം കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിന് താഴേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരുന്നത് വലിയ മഴത്തുള്ളികളായിട്ടാണ് വരുന്നത്. അതിപ്പോൾ വാഗമണ്ണിൽ നോക്കിയാലും കൂട്ടിക്കൽ നോക്കിയാലും ആ പ്രദേശങ്ങളിൽ, ഇടുക്കിയുടെ മലമ്പ്രദേശങ്ങളിൽ നോക്കിയാലും നമുക്ക് വാഗമണ്ണൊക്കെ പോകുമ്പോൾ അറിയാം മഴത്തുള്ളികളുടെ കനം കൂടുതലാണ്. അപ്പോൾ ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്ന ധൂളിയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇത് ഈ മഴത്തുള്ളികൾക്ക് വളരെ വലിപ്പമാണല്ലോ, നമ്മുടെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കണ്ണാടിച്ചിൽ പൊട്ടിപ്പോകുന്ന പോലുള്ള തരത്തിലുള്ള വലിയ ഹെയിൽ സ്റ്റോം പോലെയുള്ള, ആലിപ്പഴം പോലെയുള്ള മഴത്തുള്ളികളാണ് പെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും വികസനവും ഒക്കെ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആ രീതിയിൽ തന്നെ, ഞാൻ പറഞ്ഞ ആ രീതിയിൽ തന്നെ അതിനെ ആ ശ്രദ്ധയിൽ തന്നെ കണ്ട കാര്യവുമാണ്. നമ്മൾ അങ്ങനെ എന്താണ് ആ രീതിയിലുള്ള അലർട്ടോ ആ രീതിയിലുള്ള ഒരു ചിന്തയോ നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഫഹദ് മർസൂഖ്, ഇപ്പോൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ മഴ കിട്ടി, ഇതിനോടകം തന്നെ മഴ കിട്ടി. ബാക്കി ജൂൺ അവസാനിക്കാൻ ബാക്കി 3 ദിവസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ വലിയ മഴ 2018 കഴിഞ്ഞാൽ വലിയ മഴ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒരുപക്ഷേ ഈ കഴിഞ്ഞ സ്പെല്ലിൽ 60 കിലോമീറ്റർ സ്പീഡിലൊക്കെ ആഞ്ഞു വീശുന്ന വലിയ കാറ്റ് കണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു കൊടുങ്കാറ്റിന് സമാനമായി, ഇപ്പോൾ ചെറിയ സമയത്തേക്കാണെങ്കിൽ കൂടിയും വലിയ മരങ്ങളെ കടപുഴക്കിയിടുന്ന കൊടുങ്കാറ്റിന് സമാനമായ വലിയ കാറ്റ് എന്തായാലും ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നില്ല. അതൊരു ആശ്വാസമാണല്ലേ ശ്രീ ഫഹദ് മർസൂഖ്? തീർച്ചയായിട്ടും ഹാഷ്മി പറഞ്ഞതുപോലെ നമുക്ക് മെയ് 20 കൂടി തന്നെ മഴ ഈ വർഷം ആരംഭിക്കുന്ന സാഹചര്യമുണ്ടായി. 24 കൂടി മൺസൂൺ തന്നെ നമ്മൾ ഔദ്യോഗികമായി ഡിക്ലെയർ ചെയ്തു. താങ്കൾ സൂചിപ്പിച്ച പോലെ ജൂൺ മാസത്തിൽ നമുക്ക് ഇതുവരെയുള്ളത് സാധാരണ കിട്ടേണ്ടുന്ന ഒരു മഴ നമുക്ക് ജൂണിൽ കിട്ടി. അപ്പോൾ മെയ് 20 മുതൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പീരീഡിൽ സാധാരണയേക്കാൾ വളരെയധികം കൂടുതൽ തന്നെ മഴ ഈ ഒരു പീരീഡിൽ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ രീതിയിലുള്ള ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു മൺസൂൺ സീസൺ സജീവമായിരിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥ വിദഗ്ധരും കാലാവസ്ഥാ വകുപ്പും നമുക്ക് നൽകുന്ന സൂചനകൾ. സ്വാഭാവികമായിട്ടും നമ്മൾ ജൂണിലായിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ മഴ ഇനി അങ്ങോട്ട് പോകുന്നതാണ് നമുക്ക് കൂടുതൽ അപകട സാധ്യത വർദ്ധിപ്പിക്കുക. കാരണം ഇതുവരെ നമുക്ക് സാധാരണ രീതിയിൽ മഴ ലഭിക്കുന്നു, അല്ലെങ്കിൽ സാധാരണയിൽ കൂടിയ മഴ ലഭിക്കുന്നു. അത് ചെറിയ സ്പെല്ലുകളായിട്ട് ഒരു 5-6 ദിവസം ബ്രേക്ക് വരുന്നു, ഒരു 3 ദിവസം കൊണ്ട് വലിയ രീതിയിൽ മഴയുണ്ടാകുന്നു. അപ്പോൾ ആ എക്സ്ട്രീമുകളാണ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് മഴ കൂടുതലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സമയം കഴിയുന്നതോടുകൂടി 2-3 മാസം അല്ലെങ്കിൽ ജൂലൈ അവസാനത്തോടുകൂടി അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കുകയാണെങ്കിൽ, ആകെയുള്ള മഴ ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള എക്സ്ട്രീം കൂടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വെള്ളപ്പൊക്കങ്ങളും അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജാഗ്രത പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം, സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. നമ്മളത് അങ്ങനെ തന്നെയാണ് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 സ്പെല്ലുകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വലിയ കാറ്റ്, വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിലും വലിയ വലിയ വേഗതയിൽ ആഞ്ഞടിക്കുന്ന കാറ്റ് പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ സ്പെല്ലിലൊക്കെ നമുക്ക് പലപ്പോഴും 60 കിലോമീറ്ററിൻ്റെ മുകളിലേക്ക്, 60 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ചുഴലിക്കാറ്റിലെ സമാനമായ രീതിയിലുള്ള കാറ്റാണ്. അപ്പോൾ ആ തരത്തിലുള്ള കാറ്റ് വീശുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സ്പെല്ലിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കാറ്റിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകൂട്ടി വലിയ രീതിയിൽ വേഗത പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗ്രത അടുത്ത ഒരു 36 മണിക്കൂർ കൂടി നമുക്ക് അലേർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ ഒരു പീരീഡിൽ കൂടി നമ്മൾ ഈ കാറ്റിൻ്റെ ജാഗ്രത കൂടി
ഉണ്ടാകണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായിട്ടും കാറ്റ് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. ഒറ്റപ്പെട്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ മരം വീടുകൊണ്ടോ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകർന്നു വീണുകൊണ്ടോ അല്ലെങ്കിൽ മതിലുകൾ ഇടിഞ്ഞു വീണുകൊണ്ടുള്ള അപകടങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ പോസ്റ്റുകളൊക്കെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം കാറ്റ് ഉണ്ടാക്കും. നമുക്ക് സാധ്യമാവുന്ന രീതിയിലുള്ള ഒരുപാട് മുൻകരുതൽ നടപടികൾ നമ്മുടെ ചുറ്റിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതും സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണമുണ്ട്. അത് ഒരുപക്ഷെ അതിൽ കവിഞ്ഞ സഹകരണം നമുക്ക് പലയിടത്തും ആവശ്യമായിരിക്കും. നമ്മുടെ സ്വകാര്യ കെട്ടിടങ്ങളും അല്ലെങ്കിൽ സ്വകാര്യ ഭൂമിയിലുള്ള മരങ്ങൾ ഉൾപ്പെടെയുള്ള അപകടാവസ്ഥയിലുള്ളതുണ്ടെങ്കിൽ നമുക്കത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം. ഇനി അങ്ങോട്ടും നമ്മളിത് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളിൽ ന്യൂനമർദ്ദ രൂപീകരണ സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആകും. അപ്പോഴാണ് നമുക്ക് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാര്യമായ പ്രിപ്പയർനെസ് ആക്ടിവിറ്റീസിന് വേണ്ടി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെ എല്ലാ വിഭാഗങ്ങൾ ആളുകളുടെയും ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാവണം. ഈ കാറ്റ് നമുക്ക് തീർച്ചയായിട്ടും അപകടം ഉണ്ടാക്കും. താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ള ദുരന്ത സാധ്യത എന്ന് പറയുന്നത് ഈ ക്യുമുലേറ്റീവ് മഴ ഓരോ ദിവസങ്ങൾ കഴിയുന്നതനുസരിച്ച് നമുക്ക് മഴ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നദികളുടെ ജലനിരപ്പ് ഉയരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ജൂലൈ മാസത്തിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോഴേക്കും നമുക്ക് ഇതേ രീതിയിൽ മഴ തുടരുകയും ഇത്തരത്തിലുള്ള എക്സ്ട്രീമുകൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ ഒരു സൂചന അല്ലെങ്കിൽ ആ തരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അത് ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ നമ്മൾ ആരംഭിക്കുകയാണ്. താങ്കളുടെ റിപ്പോർട്ടേഴ്സ് തന്നെ നേരത്തെ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു എക്സ്ട്രാ മുൻകരുതൽ തന്നെയാണ് എല്ലാ കാര്യത്തിലും എടുക്കാൻ ശ്രമിക്കുന്നത്. അത് ആ തരത്തിൽ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ രാജഗോപാൽ സാർ പറഞ്ഞ പോലെ കാലാവസ്ഥ വകുപ്പൊക്കെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ വയനാട് ഒരു റഡാർ പോലും സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. അധികം വൈകാതെ ആ റഡാർ പ്രവർത്തനക്ഷമമാവും. അവരുടെ മംഗലാപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള റഡാർ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് മേഖലയിൽ കൂടി നമുക്ക് കവറേജ് കിട്ടും. അതും അധികം വൈകാതെ നമുക്ക് ആ ഇൻഫർമേഷൻ ലഭ്യമാകും. ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ നമ്മളെപ്പോഴും വിമർശിക്കാറുള്ളതാണ്. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് വലിയ എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിന് നമ്മൾ കാണാതിരുന്നുകൂടാ. അത്തരം മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റുകൾ തരുന്നുണ്ട്. കുറേ കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നമ്മളെല്ലാവരും സഹകരിച്ചുകൊണ്ട് പരമാവധി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ തദ്ദേശീയമായിട്ട് പല ആളുകളും ഇത്തരത്തിൽ ഇടപെടുന്ന അദ്ദേഹത്തെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു പല സംഘടനകളോ അല്ലെങ്കിൽ പല കൂട്ടായ്മകളോ ഒക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. മറ്റു വകുപ്പുകളുണ്ട്. ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാ ഇൻഫർമേഷനും സ്വീകരിക്കുന്നുണ്ട്. സാധ്യമായ രീതിയിലുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം നമുക്ക് പൂർണ്ണമായും ആവശ്യമാണ്. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളാണെങ്കിലും അതിന് മുന്നേയുള്ള സമയത്താണെങ്കിലും അപകടങ്ങളിൽപ്പെട്ടതിൽ ഒരു വലിയ ശതമാനം ആളുകളും നമ്മുടെ മുൻകരുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകളെ അവഗണിച്ചു കൊണ്ട് പോകുന്ന ആളുകളാണ്. ജലനിരപ്പ് കൂടുന്നു, പുഴയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്തും പുഴയിൽ ഇറങ്ങി അപകടത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എല്ലാവരിലേക്കും മുന്നറിയിപ്പ് എത്തിക്കാൻ മാധ്യമങ്ങളുടെ സഹായത്തോടെ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഗൗരവത്തിൽ ആളുകൾ എടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സിവിക് സെൻസ് കാണിക്കണം. കുറച്ചുകൂടി ഉയർന്ന രീതിയിൽ ഈ മുന്നറിയിപ്പുകളെ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അനിവാര്യമാണ്. അല്പസമയം മുൻപും ഒരു ജലാശയത്തിൽ മുങ്ങി മരണം ഉണ്ടായി. അത് നമുക്ക് ഒഴിവാക്കാവുന്ന മരണങ്ങളാണ് വേറെ അർത്ഥത്തിൽ. ശ്രീ എം കെ ഹരിദാസ്, ഇന്ന് രാവിലെ തൃശ്ശൂരിൽ ഒരു കെട്ടിടം തകർന്നു വീണു, 3 പേർ മരിച്ചു. 20 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണെന്ന് പറയുന്നു. വൈകുന്നേരമായപ്പോഴേക്കും കുന്നംകുളത്ത് മുൻവശം തകർന്ന കെട്ടിടം റോഡിലേക്ക് വീണു. അതും ഏതാണ്ട് പഴക്കമുള്ള അല്പസമയത്തിനകം സൂരജ് അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. അടുത്ത ആളില്ലാത്തതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നേരത്തെ അപകടാവസ്ഥ കണ്ടെത്തി ഏതെങ്കിലും തരത്തിൽ മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഒഴിവാക്കാവുന്ന അപകടമാണ്. റോഡിലെ കുഴി, ശ്രീ എം കെ ഹരിദാസ്, റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച് മരിച്ചുപോയ വിഷ്ണുദത്ത് യഥാർത്ഥത്തിൽ ഭരണകൂട അനാസ്ഥയുടെ രക്തസാക്ഷിയാണെന്ന് ഉറപ്പായും പറയാം. നമ്മുടെ റോഡുകളിൽ അതാർക്കും എപ്പോഴും സംഭവിക്കാവുന്ന ദുരന്തമാണ്. ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും പോകുന്ന റോഡാണ്, അങ്ങേക്കും അറിയാവുന്ന റോഡാണ്. ആ തൃക്കാക്കര ക്ഷേത്രത്തിന് മുന്നിലൂടെ ഇടപ്പള്ളിയിലേക്ക് പോകുന്ന വഴി. പോകുന്ന പോക്കിൽ റോഡിൽ കുഴിച്ചം കിട്ടിയിരിക്കുകയാണ്. നല്ല സ്ക്വയർ രൂപത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കും. അത്യാവശ്യം സ്പീഡിൽ വരുന്ന ബൈക്കൊക്കെ ആണെങ്കിൽ അതിൽ വീണാൽ മറിഞ്ഞ അപകടം ഉറപ്പാണ്. കാറാണെങ്കിൽ വെട്ടിച്ചാൽ ഇപ്പുറത്തുകൂടി വരുന്ന വണ്ടി ഇടിക്കുന്ന കാര്യം ഉറപ്പ്. രാത്രി മഴയുമായാൽ അപകട സാധ്യത 100%. ഇത് ഞാൻ പറഞ്ഞ റോഡിലെ മാത്രം കാഴ്ചയല്ല, പല റോഡുകളിലെയും കാഴ്ചയാണ്. എത്ര പറഞ്ഞിട്ടും എത്ര പേർ മരിച്ചാലും കുഴികൾ അങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ, കെട്ടിടങ്ങൾ അങ്ങനെ അപകടാവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ എന്താണ് കാര്യം? ശ്രീ എം കെ ഹരിദാസ്. നോക്കൂ ഹാഷ്മി, ഈ നിഗൂഢമായ പ്രകൃതിയെയും അതിൻ്റെ സന്തുലിതാവസ്ഥയെയും അളക്കാനുള്ള ഒരു ഉപകരണം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ ഈ മഴയെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളെല്ലാം കേവലം എന്തെന്നാ പറയേണ്ടത്, ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. റെഡ്, ഓറഞ്ച്,
യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സ്കൂളിന് അവധി കൊടുക്കലല്ല സർക്കാരിൻ്റേതായിട്ടുള്ള ചുമതലയും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റേതായ ചുമതലയും. ഇപ്പോൾ ഇന്നലത്തെ തന്നെ ഉദാഹരണം എടുക്കൂ. ഇന്നലെ ഇവിടെ പൊരി മഴയായിരുന്നു എറണാകുളത്ത്. ഹാഷ്മിക്കറിയാം, ഞാൻ 4 വയസ്സുകാരനെ കൊടയും മറ്റേ റെയിൻ കോട്ടും ഇട്ടിട്ടാണ് അവൻ്റെ ക്ലാസ്സിലേക്ക് ആക്കി കൊടുത്തത്. പക്ഷേ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്നലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ കണക്കിൽ ഇന്നലെ മഴയില്ലാത്ത ദിവസമാണ്. പക്ഷേ ഇന്നലെ ഇവിടെ എറണാകുളത്ത് നല്ല ഗംഭീര മഴയായിരുന്നു. ഇന്ന് വല്ലപ്പോഴും ഒരു ചാറൽ മഴ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നല്ല തെളിഞ്ഞ ദിവസമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊന്ന് സാധനമുണ്ട്. ഇപ്പം ആഷ്മിനോട് ചോദിച്ച ചോദ്യം കെട്ടിടം തകർന്നു വീണതിൻ്റെ കാര്യമാണ്. ആഷ്മി, ഈ 65 വയസ്സായ എൻ്റെ യാത്രയിൽ ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന കെട്ടിടം, ഞാനിപ്പോൾ വാഴക്കാലയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരു 50 എണ്ണം നാളെ നിങ്ങളുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഏത് സമയത്തും അതൊക്കെ നിലംപൊത്തും. പക്ഷേ ഇതൊന്നും നമ്മുടെ അതോറിറ്റികളോ നമ്മുടെ സർക്കാരോ നമ്മുടെ വേണ്ടപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതരോ ഒന്നും കാണുന്നില്ല. നാളെ അത് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഈ കെട്ടിടം കാലഹരണപ്പെട്ടതാണ്, ഇത് ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഈ കെട്ടിടം പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു മുൻകൂർ ജാമ്യമാണ്. കാരണം ഞങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു, അവർ പൊളിച്ചു മാറ്റാണ്ടേയാണെന്ന്. അപ്പോൾ ഈ കുന്നംകുളം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ഗുരുവായൂരിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ഈ ഗുരുവായൂരായാലും കുന്നംകുളത്തായാലും ഇത്തരത്തിൽ പൊളിച്ചു മാറ്റപ്പെടേണ്ട ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങൾക്കുള്ളിൽ പെട്ടിട്ട് നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ പേരിട്ടിട്ടുള്ള പാവങ്ങളാണ് കൂടുതൽ മരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. കാരണം അത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ താമസിക്കാൻ ബുദ്ധിമതിയുള്ള നമ്മുടെ മലയാളികൾ തയ്യാറാവില്ല. അപ്പോൾ അവിടെ ഈ പാവങ്ങൾ ഇവിടെ പണിക്ക് വന്നിട്ട് അവിടെ താമസിക്കുന്നു, അതൊക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് അവരുടെ കുടുംബം അനാഥമാകുന്നു. ഇപ്പോൾ താങ്കൾ വിഷ്ണുദത്തിൻ്റെ കാര്യം പറഞ്ഞു. വിഷ്ണുദത്ത് മാത്രമല്ല, കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് 24ൻ്റെ 4 മണി ചർച്ചയിൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഇതേമാതിരി തന്നെ നാഷണൽ ഹൈവേയുടെ കുഴിയിൽ വീണിട്ടുള്ള ഒരു പ്രിയയുടെ രോദനം, അതായത് മരിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം 1 കൊല്ലമായിട്ടും 6 മാസമായിട്ടും അവർക്ക് ഒരു പൈസ പോലും നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല. ഇപ്പം ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരാൾ ആലപ്പുഴയിൽ ഇതുമാതിരി തന്നെ ഈ മറ്റേ NHIയുടെ പണി നടക്കുന്ന സ്ഥലത്ത് കുഴിയിൽ വീണിട്ട് മരിച്ചു. അപ്പോൾ കുടുംബങ്ങളെ അനാഥമാക്കുന്ന തോതിലുള്ള നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ പരിപാടി ആദ്യം അവസാനിപ്പിക്കണം. നാഷണൽ ഹൈവേ അതോറിറ്റി ഇവിടെ ഒരു റോഡ് നിർമ്മാണം നടത്തുന്നുണ്ട് 625 കിലോമീറ്റർ വെച്ചാൽ അതിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ഓരോ ടെൻഡറിലും 10% തുകയോളം ഇത്തരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾക്കുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും റിബൺ കെട്ടുന്നതിനും ഒക്കെയായിട്ട്, അതുമാതിരി തന്നെ രാത്രി അവിടെ ചുവന്ന ബൾബ് സ്ഥാപിക്കുന്നതിനും ഒക്കെയായിട്ട് ടെൻഡറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു നാടാണ് ഇതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ ടെൻഡറിൽ കൃത്യമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് ഒരു തുക ഉൾക്കൊള്ളിച്ചിട്ട് അത് ആ പണി ഏറ്റെടുത്തിട്ട് നമ്മൾ റോഡിലെ കുഴി കുറച്ച് ഭീകരമാണ്. ഇന്ന് നമ്മളിപ്പോൾ റോഡ് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയാവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ആചാരമുണ്ടല്ലോ റോഡ് കുഴിച്ചിടുക എന്ന് പറയുന്ന സാധനം. അത് ഇപ്പോൾ എറണാകുളത്ത് തന്നെ പല റോഡിൽ പോയി നോക്കൂ, നല്ല സ്ക്വയർ ആകൃതിയിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുക. അതിൽ വെള്ളം നിറഞ്ഞെടുക്കും, ഒരു മുൻകരുതലും ഒരു സാധനവും എവിടെ ഉണ്ടാവില്ല. നേരെ ബൈക്കിലൊക്കെ പോയാൽ വീടും എന്നുള്ള ഒരു തർക്കമില്ല. അങ്ങനെ എത്ര റോഡ് ഇവിടെ കിടക്കുന്നു. ഹാഷ്മി, 2 കാര്യങ്ങൾ ഞാൻ ഹാഷ്മിയുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഒന്നെന്താ വെച്ചാൽ ഇന്നത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിനെ കുറിച്ചിട്ട് ഹാഷ്മിക്ക് അറിയുമോ? എൻ്റെ ഒരു 10 വയസ്സിലൊക്കെ, അതായത് ഈ കണ്ണിൻ്റെ മേലെ ഈ കൈ വെച്ചിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ വരുമോ എന്ന് പ്രവചിക്കുന്ന അവർ മന്ത്രവാദികളോ ദൈവികമായിട്ടുള്ള കഴിവുള്ളവരോ ആയിരുന്നില്ല. അവരുടെ എക്സ്പീരിയൻസിൽ ഈ കണ്ണിൻ്റെ മുകളിലെ, അത് ആ ഉടയോൻ എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിനെ കൊണ്ട് ആ സംവിധായകൻ ചെയ്യിച്ചിട്ടുണ്ട്. എപ്പം മഴ വരുമെന്ന് ഇത്തരത്തിലൊരു കൈ വെച്ചിട്ട് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്ന. അപ്പോൾ 3 കൃഷി ചെയ്യുന്ന പാടങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ വളരെയധികം ആവശ്യം ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടായിരുന്നു. ഓരോ ഗ്രാമങ്ങളിലും അത്തരക്കാരുണ്ടായിരുന്നു. അത്തരക്കാർ പറയുന്നത് അക്ഷരം പ്രതി ഇന്ന ദിവസം കൊയ്ത്താരംഭിച്ചോളൂ, അത് കഴിഞ്ഞ് ഇന്ന ദിവസം ഞാറ് നട്ടോളൂ, ഇന്ന ദിവസം വിതച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കാർഷിക സമൃദ്ധിയിൽ നിന്നിരുന്ന കേരളത്തെ ഒരുവിധ അത്യന്താധുനിക സാറ്റലൈറ്റ് സിസ്റ്റവും ഇല്ലാതെ തന്നെ പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കിയിരുന്ന മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു നാട്ടിൽ നിന്ന് 100 കണക്കിന് സാറ്റലൈറ്റിൻ്റെ ഉപഗ്രഹങ്ങൾ നമുക്ക് ചുറ്റും കറങ്ങിയിട്ട് കൃത്യമായ ഒരു പ്രവചനം നടത്താൻ പറ്റാണ്ട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും അതുമാതിരി തന്നെ പെട്ടിമുടിയിലും നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കുറേ പേരെ കുഴിച്ചു മൂടിയിട്ടിരുന്നിട്ടാണ് നമ്മൾ ഈ ശാസ്ത്രലോകത്തെ കുറിച്ചിട്ട് വല്ലാതെ വീതിയിൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടം കടന്നു പോയിട്ടുള്ള സമയത്ത് കേവലം 2 വെള്ളപ്പൊക്കം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്.
അതും പറയുന്നു ആ വെള്ളപ്പൊക്കത്തിൻ്റെ മുന്നറിയിപ്പ് അന്നത്തെ കാലാവസ്ഥാ നിരീക്ഷകരായ ഇത്തരത്തിൽ തലമുതിർന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഇത്ര പറ, അന്ന് പറക്കണക്കിനാണ് മഴയെ അളക്കുക, ഇത്ര പറ മഴ പെയ്യും, അതുകൊണ്ട് എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ റോഡിൻ്റെ സിസ്റ്റം താങ്കൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ റോഡ് സൈഡിലെ ഈ വലിയ കരിങ്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തകിട് വെച്ചിട്ട് ഈ ടാറ് മിക്സ് ചെയ്തിട്ട് റോഡ് പണി നടത്തിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് അതിന് ഞങ്ങൾ പറയുക ശർക്കര വരട്ടി ഉണ്ടാക്കുകയാണെന്നാണ് പറയുക. അന്ന് ഉപയോഗിച്ചിരുന്ന മെറ്റല് ഇന്നത്തെ 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് അന്നത്തെ റോഡ് പണിയുടെ ആദ്യത്തെ കോട്ടിങ്ങും അതിൻ്റെ മുകളിൽ കുറേ ഈ പൂഴി നമ്മുടെ പുഴമണൽ വിരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഉണ്ടാവുന്നത് എന്താ, ഇത്തരത്തിൽ 1-2 ഈ മെറ്റലുകൾ ഇളകിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കുഴികൾ വളരെ പെട്ടെന്ന് NMR എന്ന് പറഞ്ഞിട്ട് അന്ന് PWDക്ക് ഒരു വിഭാഗമുണ്ട്. NMR തൊഴിലാളികൾ ഈ കാക്കി ട്രൗസറും കാക്കി ഷർട്ടും ഇട്ടിട്ട് അവർ ഒരു ബക്കറ്റും കാര്യങ്ങളും പിടിച്ച് നടക്കുന്നത് കാണാം. അപ്പോഴപ്പോൾ ആ കുഴി അടയ്ക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അത്യന്താധുനിക ഈ BMBC ടാറിങ്ങും കാര്യങ്ങളും വന്നപ്പോൾ ഈ ബേബി മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഴി രൂപപ്പെട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ രൂപപ്പെട്ട കുഴിയുടെ 4 ഇരട്ടി വലിപ്പത്തിലാകുകയാണത്. അവിടെ ആരോ, നമ്മൾ പറയില്ലേ, നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് പോന്നിട്ടുള്ള ആരോയെങ്കിലും ഇത്തരത്തിലുള്ള കുഴിയിൽ വീഴുന്നു, ഇത്തരത്തിൽ പറയാനുള്ളത് ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ റോഡിലെ അവസ്ഥ ഇതാണ്. അവിടെ നല്ല റോഡിൽ തന്നെയുള്ള കുഴി ഉണ്ടാവും, കുഴിച്ചിട്ടിരിക്കുന്ന കുഴി ഉണ്ടാവും, മഴവെള്ളം നിറഞ്ഞു കിടക്കും. നമ്മൾ സൂക്ഷിച്ചു പോയാൽ നമുക്ക് കൊള്ളാം എന്നേ പറയാനുള്ളൂ. ഇന്നലെയൊക്കെ പെയ്ത പെരുമഴയ്ക്ക് ഒരു ശമനമുണ്ടെങ്കിലും നമ്മൾ ജാഗ്രത കൊണ്ടിരിക്കേണ്ട സമയം തന്നെയാണ്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, മഴ മുന്നറിയിപ്പുകൾ തുടരുകയുമാണ്. നമ്മുടെ സ്ഥലങ്ങളിൽ റിപ്പോർട്ടർമാർ തുടരുന്നുണ്ട്. പാലക്കാട് മലമ്പുഴ ഡാമിലെ ഷട്ടറുകൾ തുറന്നിരുന്നു, ഡാം തുറന്നിരുന്നു. കനത്ത മഴയിലാണ് ജലനിരപ്പ് ഉയർന്നതിനാൽ 4 ഷട്ടറുകൾ തുറന്നത്. നദീതീരങ്ങളുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശ്രീകുമാർ വാർത്തയുടെ വിവരങ്ങൾ ചേർന്നു. ശ്രീത്ത്, നദീതീരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഇതിനോടകം ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ നിലവിൽ മഴയുടെ അവസ്ഥ എങ്ങനെയാണ് ശ്രീത്ത്? രാവിലെ മുതൽ കാര്യമായ രീതിയിലുള്ള മഴ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരം. അതുകൊണ്ട് തന്നെ നദികളിലെ ജലനിരപ്പ് ക്രമാനുഗതമായി ഉയരുന്നുണ്ടെങ്കിലും അത് ഒരു അപകടകരമായ രീതിയിലേക്ക് ഇതുവരെ പോയിട്ടില്ല. നിലവിൽ 111.24 ആ ഒരു അളവിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ മലമ്പുഴ ഡാമിലെ ഒരു ജലനിരപ്പ് ഉണ്ടായിരുന്നത്. അത് 115.6 ഏറ്റവും കൂടുതൽ ജലനിരപ്പ്, അതായത് പരമാവധി സംഭരണ ശേഷി അത്രയാണ്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ജലം ക്രമീകരിക്കുക, ഡാമിലെ ജലം ക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ 4 ഷട്ടറുകൾ ഉയർത്തി വെറും 5 സെന്റിമീറ്റർ വീതം മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് ജലം പുറത്തേക്ക് ഒഴുക്കുന്നത്. എന്തായാലും മുക്കേപ്പുഴ, നിലമ്പതി അടക്കമുള്ള മേഖലകളിലേക്ക് വെള്ളം വന്നെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വെള്ളം ജനവാസ മേഖലകളിലേക്കൊന്നും കയറുന്ന രീതിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഭാരതപ്പുഴയിലും ഗായത്രി പുഴയിലും ഒക്കെ ഇപ്പോഴും ശക്തമായ നീരൊഴുക്ക് നിലവിലുണ്ട്. അത് കഴിഞ്ഞ ദിവസത്തേതിനെ അപേക്ഷിച്ച് മലമ്പുഴ ഡാം തുറന്നതോടുകൂടി കുറച്ച് ചെറിയ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും കാര്യമായ രീതിയിൽ ഒരു പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ വൈകുന്നേരത്തോടുകൂടി സംഗതികൾ കുറച്ചുകൂടി മാറുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നഗരത്തിലും മലമ്പുഴയിലും അതുപോലെ തന്നെ പല മേഖലകളിലും മലയോര മേഖലകളിലടക്കം കനത്ത മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലോ വളരെ കൂടുതലായിരിക്കും ഡാമിലേക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നാളെ വീണ്ടും കുറച്ചുകൂടി സെന്റിമീറ്റർ ഉയർത്തേണ്ടി വരും ഈ ഷട്ടറുകളെന്നും പറയപ്പെടുന്നു. എന്തായാലും രാത്രി മഴയില്ലാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തേണ്ടി വരുമെന്ന് അറിയിക്കുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല, മറ്റു കുഴപ്പങ്ങളില്ല. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായ രീതിയിൽ പല മേഖലകളിൽ നിന്നും വെള്ളം പതിയെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, പക്ഷേ ജാഗ്രത വേണം. ഇന്ന് രാത്രി കുറച്ചുകൂടി ആശങ്കപ്പെട്ട സാഹചര്യമില്ല എന്നാണ് ശ്രീ പറഞ്ഞത്. ഞാൻ എത്താം നിങ്ങളിലേക്ക്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇവിടെ നമുക്കറിയാം കേരളത്തിലെ കാലാവസ്ഥ പ്രവചനാതീതവണ്ണം വല്ലാതാവുന്നതും അതിൻ്റെ എക്സ്ട്രീംസിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ ഈ പോയ വർഷങ്ങൾ, ഒരുപക്ഷെ പ്രളയത്തിന് ശേഷമൊക്കെ, പ്രളയത്തിന് മുമ്പും ഓക്കി സമയത്തൊക്കെ നമ്മൾ അത് ഓരോ വർഷമെന്നോണം നമ്മൾ നേർക്കുനേർ കാണുകയാണ്. ഉറപ്പായും നമ്മുടെ പ്രവചനം കുറച്ചുകൂടി ആക്യുറേറ്റ് ആവേണ്ട സമയമാണ്. ശരിയാണ്, ഇന്നലെ ഇപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെ സ്കൂളുകൾക്ക് അവധി കൊടുത്തു. രാവിലെ മുതൽ എറണാകുളത്ത് പ്രത്യേക മഴയില്ല എന്നതിനപ്പുറം ഇതൊരു 100% ഫുൾ പ്രൂഫായി ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ അത്? ഇപ്പോൾ സയൻസിനും ലിമിറ്റേഷൻസ് ഉണ്ടാവില്ലേ ശ്രീ രാജഗോപാൽ കമ്മത്ത്? സയൻസിന് തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ മറ്റ് ഏജൻസികൾ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കട്ടെ. നമ്മുടെ പല വികസിത രാജ്യങ്ങളിലെയും ഏജൻസികൾ കൃത്യമായിട്ട് 1 മണിക്കൂറിനകം മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും. എല്ലാം ഇത്തരത്തിലുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പ്രവചിക്കുന്നത് ഞാൻ നിരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇവിടെ പ്രവചിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് ഇല്ല അവർക്ക്. അതുകൊണ്ട് അവർ ആ മേഖലകളിൽ
വളരെ കൃത്യമായിട്ട് പ്രവചിക്കുന്നുണ്ട്. ഇപ്പോൾ ആൽപ്സിൻ്റെ മഞ്ഞ് വീഴുന്ന ഇടങ്ങളിലാണെങ്കിൽ ഇത്ര സമയത്ത് മഞ്ഞ് വീഴും, ഇത്രയായിരിക്കും മഞ്ഞിൻ്റെ കട്ടി എന്ന് വരെ അവർ വളരെ വിശദമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവചന സംവിധാനമാണ് വേണ്ടത്, പ്രത്യേകിച്ച് കേരളത്തിന്. കേരളം വളരെ സെൻസിറ്റീവാണ്, പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടത്തിന് ഇപ്പുറത്ത് നിൽക്കുന്ന തീരദേശം വരെയുള്ള ആ ഒരു 10-80-100 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. വളരെ പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം വരുന്ന അവിടെയാണ് നമ്മൾ ഈ 3.25 കോടി ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റം. അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത്. അതിൻ്റെ കൂടെ തന്നെ അറബിക്കടലിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അറബിക്കടലിനെ ഇപ്പോൾ ഈ വർഷം കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അറബിക്കടലിൻ്റെ താപനില 30-29 ഡിഗ്രിയൊക്കെ ആയിട്ട് കുറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെയും താപനില 4 ഡിഗ്രി കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വ്യത്യാസം വരുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുകയാണ്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ജൂലൈ 15 കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. കാരണം ജൂലൈ 15 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 25 ദിവസം വളരെയധികം ശ്രദ്ധ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ആ സ്പെല്ലാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ, ഇപ്പോൾ 10-20 ദിവസം സമയമുണ്ട് മുൻകരുതലൊക്കെ എടുക്കാനായിട്ട്. ഇപ്പോൾ മണ്ണിടിച്ചിൽ നടക്കുന്ന സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ നടക്കുന്ന സ്ഥലങ്ങളിലും ഇത്തരം ദുർബലമായിട്ടുള്ള കെട്ടിടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, പോസ്റ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ മാറ്റാനും അതിന് മുൻകരുതലെടുക്കാൻ ധാരാളം സമയമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ വ്യക്തികൾ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ വ്യക്തികൾ, സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും സ്വന്തം മതിലുകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പൊളിച്ച് വീഴാറാകുന്ന മതിലുകൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാനി വരുത്തുകയാണ്. സ്വന്തം ഹാനിയും അതിന് സാധ്യതയുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് ഹാനി വരുത്തുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ റോഡ് കുഴിക്കുക, ഇപ്പോൾ വെള്ളം എടുക്കാനൊക്കെ വേണ്ടി റോഡ് കുഴിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കുഴികൾ നികത്തി അത് പൂർവ്വസ്ഥിതിയിൽ ആക്കാനും അവർ ശ്രമിക്കണം. ആ ഒരു രീതിയിലുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ചിന്തയാണ്. അതോടൊപ്പം നേരത്തെ ഫഹദ് പറഞ്ഞ ശ്രീ കമ്മത്ത്, നേരത്തെ ഫഹദ് പറഞ്ഞ പോലെ ഒരു സിവിക് ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം. ഇപ്പം നമ്മുടെ വാഹനം മഴക്കാലമാണ്, അതിന് ടയർ മുട്ടയായിരുന്നാൽ പിടിച്ചാൽ ബ്രേക്ക് കിട്ടില്ല. അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന ബോധം നമുക്കുണ്ടാവണം. വണ്ടി കൃത്യസമയത്ത് സർവീസ് ചെയ്തിട്ട് വേണം പ്രത്യേകിച്ച് മഴയിൽ ഇറങ്ങാൻ ബോധം ഉണ്ടാവണം. ജലാശയങ്ങളിലേക്ക് പോകരുത് എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾക്ക് പോവാതെ, മത്സ്യത്തൊഴിലാളികളുടെ കാര്യം വേറൊന്നാണ്. കാര്യം അവർ കടലിലേക്ക് മീൻ പിടിക്കാൻ പോകരുത് എന്ന് പറഞ്ഞാൽ അവർ മീൻ പിടിക്കാൻ പോകരുന്നാൽ വീട്ടിൽ പട്ടിണിയാവും. അതുകൊണ്ട് അവർ ഒരുപക്ഷെ ആ വിലക്ക് ലംഘിച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിനെ അങ്ങനെ പഴിക്കാൻ കഴിയില്ല. അതല്ലാത്ത സാധാരണ ജനം ഒരു പൊതു സിവിക് സെൻസ് അല്ലെങ്കിൽ ഒരു സിവിക് ഉത്തരവാദിത്തം കൂടി കാണിക്കണം സർക്കാരിനെ കുറ്റം പറയുമ്പോൾ, അല്ലേ ശ്രീ രാജഗോപാൽ കമ്മത്ത്? പിന്നെ ഈ വണ്ടിയൊക്കെ സർവീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്തിന് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ടും ചീത്തയായിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെ ആവും. അങ്ങനെയാണ് ധാരാളം അപകടങ്ങൾ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഈ ടയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഓയിൽ ചേഞ്ചിൻ്റെ കാര്യം, ഗിയറിൻ്റെ മറ്റു കാര്യം, അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള സർവീസ് നടത്തേണ്ടതാണ്. അപ്പോൾ അതിന് പൈസ ചിലവുണ്ട്. അപ്പോൾ അതാണ് ഒരു വൈമുഖ്യം കാണിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഒരു ദിവസം വണ്ടി കൊടുക്കുക, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുക. ഏതായാലും നമുക്ക് ഇതിലിങ്ങനെ പോകാം. പ്രത്യേകിച്ച് മഴക്കാലത്ത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ സർവീസ് 1 മാസത്തേക്ക് ഡിലേ ചെയ്തു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ മഴക്കാലത്തിന് മുമ്പ് വാഹനങ്ങൾ സർവീസ് ചെയ്യണം. ചെയ്തിട്ട് എന്നിട്ട് മാത്രമേ ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ പാടുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പത്തിലേക്കാണ് പോവുക, സ്കിഡ് ചെയ്ത് പോവുക. ഇപ്പോൾ പലതും ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോയിട്ട് അടുത്ത വണ്ടി പോയിടിച്ചാൽ ജീവഹാനിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ റോഡുകൾ, സ്കിഡ് ചെയ്യുന്ന റോഡുകളിൽ റോഡ് പണ്ടൊക്കെ കാണാറുണ്ടായിരുന്നു. ഈ ഇതുപോലെ കർവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വരഞ്ഞു കഴിഞ്ഞാൽ സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാകും. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടോ അജ്ഞാതമായിട്ടുള്ള കാരണങ്ങളാൽ ഇപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. കുഴി അടയുന്നില്ല സാറേ, അല്ല കമ്മത്തെ കുഴി അടയ്ക്കാതെ വെള്ളം നിറഞ്ഞു കിടക്കുക. അപ്പൊ അതിനിടയ്ക്ക് അഡീഷണൽ ആയി ചെയ്യേണ്ട ഉത്തരവാദിത്തം പറ്റി പറഞ്ഞാൽ പറ്റുമോ? റോഡുകളിൽ കുഴിച്ച കുഴി അത് വെള്ളം നിറഞ്ഞ് ഒരു മുൻകരുതലില്ലാതെ കിടക്കുകയാണ് അവിടെ. അതെ, റോഡ് പിളർന്നു പോകുമല്ലേ. റോഡിൽ കുഴി മാത്രമല്ലല്ലോ, റോഡ് തന്നെ പിളർന്നു മാറുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ കുറച്ച് കാലത്തിനുള്ളിൽ നിർമ്മിച്ച റോഡുകളാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പോക്കാണ് നമ്മുടേത്. അപ്പം ഇതൊക്കെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം കേരളം പോലൊരു സ്ഥലത്ത് ധാരാളം പണം മുടക്കിയല്ലേ ആളുകൾ വണ്ടി വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ അവരുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്. ഏറ്റവും വിലപ്പെട്ടതാണ് ജീവൻ. അതിനെ സംരക്ഷിക്കേണ്ടത് ആരായിരുന്നാലും, ഇപ്പോൾ അതിഥി തൊഴിലാളികളായിരുന്നാലും നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരായിരുന്നാലും അവരുടെയൊക്കെ ജീവന് വിലയുള്ളതല്ലേ. ഇപ്പോൾ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ അവരെ അങ്ങനെ നമ്മൾ നിസ്സാരമായിട്ട്
അവരെങ്ങനെ ഒരു തൊഴുത്ത് പോലുള്ള സ്ഥലത്ത് ചെയ്യാൻ പാടില്ല. ശരിക്കും അവർക്ക് അതിലൊക്കെ മെക്കാനിസം ഉള്ളതാണ് ശ്രീ കമ്മത്ത്. പക്ഷേ ആ മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ജാഗ്രതയോടെ ഇരിക്കുന്നില്ല എന്നൊക്കെയാണ് ഇതിലെ പ്രശ്നം. നേരത്തെ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞു, ചിലപ്പോൾ ഈ ബിൽഡിങ്ങുകൾ നോക്കിയാലും ചിലപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും, നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കുറ്റമല്ലല്ലോ, ആരുടെയും കുറ്റമല്ലാതെ മാറുമല്ലോ, അത് ഉടമയുടെ കുറ്റം മാത്രമാകുമല്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഫഹദ് മർസൂഖ്, ഇവിടെ 100% ഇപ്പോൾ രാവിലെ 10 മണിക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ 10 മണിക്ക് തന്നെ മഴ പെയ്യുക എന്ന പ്രവചനമൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. നമുക്കതിൻ്റെതായ ശാസ്ത്രത്തിൻ്റെ പരിമിതികളുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട് ഒരു മഴ കണ്ടു, പെരുമഴയായിരുന്നു. ആ മഴ അതിനു മുമ്പ് ആരും ആൻറ്റിസിപ്പേറ്റ് ചെയ്ത മഴയല്ല. ആ ബേലിപ്പാലത്തിനപ്പുറത്ത് ജോലിക്ക് പോയ ചേച്ചിമാരൊക്കെ അവിടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പെരുമഴയെങ്കിലും നമുക്ക് നേരത്തെ പ്രവചിച്ച് അവരോട് പറയാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവണ്ടേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ശ്രീ ഫഹദ് മർസൂഖ്? തീർച്ചയായും ഉണ്ടാവണം. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയടിക്ക് ഇതൊന്നും ഉണ്ടായി വരില്ല. നമ്മളത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചത്. വയനാട് ജില്ലയിൽ നമ്മളൊരു റഡാർ സ്ഥാപിക്കാൻ പോകുന്നു. മംഗലാപുരത്ത് കാലാവസ്ഥാ വകുപ്പ് ഒരു റഡാർ ഓൾറെഡി സ്ഥാപിച്ചു കഴിഞ്ഞു, അത് പ്രവർത്തനക്ഷമമാവുകയാണ്. വയനാടിൻ്റെ കുറച്ചുകൂടി നമുക്ക് സമയമെടുക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ടെസ്റ്റിംഗ് കൂടി ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതായിരുന്നാലും നമുക്ക് റഡാർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ അകത്തുള്ള മേഘങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാനും അതുപോലെ മറ്റു കൂടുതൽ ഇൻഫർമേഷൻ ഔട്ട്കാസ്റ്റ് ചെയ്യാൻ, അതായത് ഇത്ര സമയം കൊണ്ട് മഴ പെയ്യും, ഇത്ര പെട്ടെന്ന് അടുത്ത 3 മണിക്കൂറിൽ എന്ത് മഴ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ, കുറച്ചുകൂടി ഗ്രാനുലർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് റഡാർ കൂടി വരുന്നതോടുകൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നെറ്റ്വർക്ക് അതുപോലെ നമ്മുടെ ഈ നിരീക്ഷണ സംവിധാനങ്ങൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് അവിടെ കണ്ട ഒരു പ്രതിഷേധത്തിന്റെ ദൃശ്യം കൂടി ഞങ്ങൾ കാണിക്കുകയാണ്. അങ്ങ് നേർക്കുന്നവർ മറുപടി പറയേണ്ട കാര്യമാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും ആ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഈ ദിവസങ്ങളിലൊന്ന് കാണിച്ചിരുന്നെങ്കിൽ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വരും എന്നുള്ളത് കൊണ്ട് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കാണിക്കുക. ഇന്നലെ ആ ബേലിപ്പാലത്തിനോടുള്ള പ്രതിഷേധത്തിന്റെ ചില പ്രതികരണങ്ങളാണ്. പറമ്പില്ല, 9,000 അല്ല, എവിടെയില്ല, ഒരിതില്ല. എല്ലാവരും സർക്കാർ ഒക്കെ വരിക. 1 വർഷമായി എവിടെ പോകാൻ ഞങ്ങൾ ഇവിടെ ജീവിക്കണം. ഞങ്ങൾ രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് ഒരു 9,000 പോലും ഇല്ല. ഫഹദ്, അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ദിവസമുള്ള 300 രൂപ അവർക്ക് നിർത്തലാക്കി, ഈ പറയുന്ന വാടക കൊടുക്കുന്നത് നിർത്തലാക്കി, അവിടെ ജോലിക്ക് പോകാൻ മറ്റു വഴികളില്ല, അതുകൊണ്ടാണ് ബേലിപ്പാലത്തിനപ്പുറത്തേക്ക് അവർക്ക് ജോലിക്ക് പോകേണ്ടി വന്നത് തുടങ്ങിയ വലിയ പ്രതിഷേധമുണ്ട്. നമുക്കറിയാം നമ്മുടെയൊക്കെ വലിയ വേദനയായ ദുരന്തമാണ്. ആ ദുരന്തം കഴിഞ്ഞ് വർഷം 1 ആകുമ്പോഴും അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ ഫഹദ് മർസൂഖ്? അങ്ങ് മറുപടി പറയാൻ കഴിയുന്നതാണെങ്കിൽ പറയുമോ? അല്ല, മറുപടി പറയുന്നതിന് പ്രയാസങ്ങളില്ല. എനിക്കതിനൊരു സമയം തരുവാണെങ്കിൽ ഞാൻ എന്തായാലും പറയും. തീർച്ചയായിട്ടും ഒരു ദുരന്തം നേരിട്ട് ബാധിച്ചവരും അതുപോലെ പരോക്ഷമായി ബാധിച്ചവരും ഉണ്ടാവും. ഇത്തരത്തിൽ ദുരന്തം ബാധിച്ച ആളുകളെ പരമാവധി ചേർത്ത് നിർത്തണം എന്നുള്ള സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. അതിൽ എത്ര കൊടുത്താലും മതിയാകില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആഗ്രഹിക്കുന്ന ആളാണ്. അവരെ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റുമോ അത്രയും ഇതിൽ സഹായിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ചില കാര്യങ്ങൾ പക്ഷേ എപ്പോഴും നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച പോലെ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിലില്ലാത്ത കാര്യമല്ല ഇപ്പോൾ പറഞ്ഞത്. ഇന്നലെ പ്രതിഷേധമുണ്ടായത്, ആ പ്രതിഷേധം പരിഹരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചനകൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇന്നലെ യോഗം ചേരുകയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ കളക്ടറെ അവരുടെ ഈ പ്രതിഷേധം ഉയർത്തിയിട്ടുള്ള ആളുകളുടെ പ്രശ്നം എന്താണ് എന്ന് തീർച്ചയായും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് പഠിക്കാനും അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമെന്ന് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ പരിഹാരം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും പരമാവധി സഹായം എത്തിക്കണമെന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിൽ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ വിശദീകരിക്കേണ്ടി വരുന്നത് എന്ന് തോന്നുന്നു, വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീകൺസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ, റിലീഫൊക്കെ പല ഘട്ടങ്ങളായിട്ട് ഉള്ള ഒരു വലിയ പ്രോസസ്സാണ്. അതിനകത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സഹായങ്ങൾ നൽകേണ്ട കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ആളുകൾക്ക് 10,000 രൂപ നമ്മൾ അവിടെ സഹായമായിട്ട് നൽകി. അങ്ങനെ ഒരു 16 കോടിയോളം രൂപ നമ്മൾ അതിന് ആളുകൾക്ക് ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് 10,000 രൂപ കൊടുക്കും. പിന്നെ തൊഴിൽ നഷ്ടം സംഭവിച്ച ആളുകൾ, അല്ലെങ്കിൽ ജീവനോപാധി നഷ്ടം സംഭവിച്ച ആളുകൾക്ക് അവർക്ക് ആണ് നേരത്തെ താങ്കൾ കാണിച്ച ക്ലിപ്പിൽ പറയുന്ന ആളുകൾ പറഞ്ഞ പോലെ ദിവസം 300 രൂപ കണക്കാക്കി ഒരു കുടുംബത്തിൽ 2 പേർക്ക് വീതം 300 രൂപ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം അനുസരിച്ച് 30 ദിവസം വരെയാണ് അത്. പിന്നെ തൊഴിലുറപ്പിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള പൈസ കൊടുക്കണമെന്നാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മാനദണ്ഡം. അതനുസരിച്ച് നമ്മൾ 90 ദിവസം കൊടുക്കുകയുണ്ടായി.
ഇതിൻ്റെ അകത്ത് ദുരന്തം നേരിട്ട് ബാധിച്ചവരായിട്ടും അതുപോലെ ഈ നോഗോ സോൺ നമ്മൾ ഒരു തരത്തിലും അവിടെ വാസയോഗ്യമല്ലെന്ന് കണ്ടെത്തി നോഗോ സോണിൽ ഉൾപ്പെടെ 402 കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളെ അല്ലാതെ ഇത് പരോക്ഷമായി അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരന്തം ബാധിച്ചു, ചിലപ്പോൾ ആളുകൾക്ക് വീട്ടിലേക്കുള്ള വഴി നഷ്ടപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ചു. അപ്പോൾ പല തരത്തിൽ കാറ്റഗറി ആളുകൾക്ക് അപകടം സംഭവിച്ചവരുണ്ട്, അല്ലെങ്കിൽ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകൾക്ക് ഈ പറയുന്ന എല്ലാവർക്കും എല്ലാ കാലം ഇത് കൊടുക്കാൻ പറ്റില്ല. 300 രൂപ ഒറ്റ വർഷമായിട്ടുള്ളൂ സാർ. ഇല്ല, ഷിഫാദ് മാസൂഖ് ഒറ്റ വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവനോപാധികളിൽ അവരുടെ ജീവിതം നേരെ ട്രാക്കിലേക്ക് ഇതുവരെ കയറി. ഞാൻ അവിടെ ഉണ്ടായത് ഞാൻ പറയാം. അവിടെ ഉണ്ടായത് അവിടുത്തെ വില്ലേജ് ഓഫീസറും തഹസിൽദാർ കൂടി ഒരു അരിക്കൽ സംഭവിക്കുന്നു. ഒരു അരിപ്പ് വെച്ച് ആരാണ് ആവശ്യക്കാരല്ലാത്തവർ എന്ന അരിപ്പ അവർ വെക്കുന്നു. അവർ ഇൻസെൻസിറ്റീവായി പെരുമാറിയെന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ പോലും ഇല്ലാതെ ഈ പറയുന്ന ജീവിക്കാൻ പെടാപ്പാട് വിടുന്നവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 കോഴിയെ മേടിച്ച് വളർത്തിയാൽ പോരെ, നിങ്ങൾക്ക് തേയിലയുടെ കൊളുന്നുകൊള്ളാൻ പോയാൽ പോരെ തുടങ്ങിയ ഡയലോഗുകളിലൂടെ ഇൻസെൻസിറ്റീവായി ഉദ്യോഗസ്ഥരോട് പെരുമാറുന്നു എന്നുള്ളതാണ് ഞാൻ നേർക്കുന്ന അന്വേഷകർ അറിയാൻ കഴിഞ്ഞത്. അതും ഒഴിവാക്കേണ്ടതാണ് ഷിഫാദ് മർസൂഖ്. തീർച്ചയായിട്ടും അതൊന്നും നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും അതിനൊന്നും ന്യായീകരിക്കില്ല. എനിക്കറിയില്ല അതിൻ്റെ വസ്തുത എന്താണെന്നുള്ള കാര്യം. നമ്മൾ അനാവശ്യമായ ഉദ്യോഗസ്ഥരെ, കാരണം നമ്മളാരും 8 മണിക്കൂർ ജോലി ചെയ്ത് പോകുന്ന ആളുകളല്ല. പ്രത്യേകിച്ച് ഇപ്പം ഞങ്ങളെ കാര്യം മാത്രമല്ല, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, റവന്യൂ വകുപ്പാവട്ടെ, അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളാവട്ടെ, ഇറിഗേഷൻ ആവട്ടെ. ഇപ്പം ഈ സംഭവം മഴ ഉണ്ടാകുന്ന സമയത്ത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. എനിക്ക് അവർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് പുഴയുടെ ഒഴുക്ക്. അപ്പോൾ ആ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂർ കഴിഞ്ഞ് പോകുന്നവരല്ല. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ വളരെയധികം സമയമെടുത്ത്, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും അധികം ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ എനിക്കറിയില്ല അവർ എത്രത്തോളം ഇൻസെൻസിറ്റീവായിട്ട് പെരുമാറിയില്ല എന്നുള്ള കാര്യമില്ല. എന്തായാലും റവന്യൂ മന്ത്രി അത് പരിശോധിക്കുമെന്ന് പറയുകയും അതിന് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും. പക്ഷേ ഇതിന്റെ കാര്യം അവിടെ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ് +2ലേക്ക് മാറുന്ന 55 കുട്ടികളുണ്ട്. അത് 10ാം ക്ലാസ് കഴിച്ച് +2ലേക്ക് പോകുന്ന 55 കുട്ടികളുണ്ട്. അവർക്ക് യൂണിഫോം വാങ്ങണം, അവർക്ക് പുതിയ പുസ്തകം വാങ്ങണം. ഒരു സഹായം ആരും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഈ പറയുന്ന സംഷാദ് മരക്കാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവ് ഇടപെട്ട ഏതോ സംഘടനയെ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന 9 കുട്ടികളുണ്ട്. ഒരു സഹായം ആരും ചെയ്തിട്ടില്ല. ഇതുപോലെ ഈ പറയുന്ന അവിടുത്തെ പ്രാദേശിക, അതും സംഷാദ് മരക്കാർ തന്നെയാണ് കേട്ടോ, രാഷ്ട്രീയ ഇടപെടലുണ്ട് ഏതെങ്കിലും സംഘടനയെ പിടിച്ച് അവർക്ക് ചെയ്യാനുള്ള സഹായം കൊടുക്കുന്നു. ഈ പറയുന്ന ആൾക്കാർ തന്നെ ഏതെങ്കിലും പ്രാദേശിക സഹായത്തിൽ കൂടെ ബേക്കറി ഉണ്ടാക്കി കൊടുക്കുന്നു, ബ്യൂട്ടി പാർലർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവിക്കാനുള്ള സഹായം ഉണ്ടാകുന്നു. ഓട്ടോ മേടിച്ചു കൊടുക്കുന്നു. പക്ഷേ ഓട്ടോ ഒക്കെ മേടിച്ച് കൊടുക്കണമെങ്കിൽ, ബ്യൂട്ടി പാർലർ ആൾ വരണമെങ്കിൽ, ബേക്കറിൽ ആൾ വരണമെങ്കിൽ അവിടെ ആൾ വരണം, അവിടെ ടൂറിസം ഉണ്ടാവണം. അതൊന്നും ഉണ്ടാവാതിരിക്കുമ്പോഴേക്കും ഇവരൊക്കെ ഇവർക്ക് ജീവനോപാധിയായി, അതുകൊണ്ട് പൈസ ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ വില്ലേജ് ഓഫീസർ തഹസിൽദാർ കൂടാ. ഒരു ആലോചന എവിടെ ഉണ്ടായിട്ടില്ല ഷിഫാദ് മർസൂഖ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇൻസെൻസീവ് ആകുന്നു എന്ന് അവർ നേർക്കുന്നവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് ഷിഫാദ് മർസൂഖ്. ആ കാര്യം തീർച്ചയായിട്ടും പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ശംഷാദ് മരക്കാർ അങ്ങനെ ഏതോ ഒരാളല്ല, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമാണ്. അല്ലല്ല, സംഷാദ് മരക്കാർ ഏതോ ഒരാളെന്ന് പറഞ്ഞല്ലോ. സംഷാദ് മരക്കാർ നേതാവ് ഏതോ ആൾക്കാരെ ഒക്കെ കണ്ട് ചെയ്ത കാര്യം പറയുന്നത്, അത് അല്ലാതെ ഒഫീഷ്യൽ ചെയ്ത കാര്യമല്ല. സംഷാദ് മരക്കാർ അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഏതോ സംഘടനകളെയും ആൾക്കാരെയും ഒക്കെ പോയി കണ്ട് അവർക്ക് സഹായം കൊടുപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞ. തീർച്ചയായിട്ടും 30 കോടിയോളം രൂപയുടെ CSR ഫണ്ട് അവർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ശംഷാദ് മരക്കാരും ജില്ലാ കളക്ടറും എല്ലാം സ്വരൂപിച്ച് അവിടെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവനോപാധി താങ്കൾ പറഞ്ഞു. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പല ആൾക്കാരും എനിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ CMDRF ലഭിച്ച പൈസ എല്ലാവർക്കും പൈസയായിട്ട് വിധിച്ചു കൊടുത്തൂടെ എന്നൊക്കെ രീതിയിലാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത. അതായത് ഓരോ ആളുകളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആ ആളുകളുടെ ജീവിതം അവരെ ജീവിതം പിന്നെ തിരിച്ച് കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സർക്കാർ അതാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യാന്തസ്സിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ആളുകളുടെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താം. ഇപ്പോൾ പല സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ മറ്റു സംഘടനകളെല്ലാം ആളുകളെ സഹായിക്കുന്നു. നിങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആളുകൾ CMDRF അല്ലെങ്കിൽ സർക്കാരിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അത് കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉന്നതമായ ഒരു ബോധമാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരാൾക്ക് വീട് വെച്ച് കൊടുത്താൽ എല്ലാ കാലത്തേക്കും അവരോട് കടപ്പെട്ട ഒരാളായിരിക്കും. എന്നാൽ സർക്കാരാകുമ്പോൾ അത് അവകാശമാണ്, അവരുടെ അവകാശബോധം അവർക്കുണ്ടാവും. അപ്പോൾ അവരുടെ അന്തസ്സിന് അത് ഹനിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ടൗൺഷിപ്പിലേക്ക് പോകുന്നത്. ഈ 402 കുടുംബങ്ങൾ, ഈ പറയുന്ന ബാധിക്കപ്പെട്ട 402 കുടുംബങ്ങളിൽ 104 കുടുംബങ്ങൾ ടൗൺഷിപ്പ് താമസിക്കാൻ സന്നദ്ധരല്ല എന്ന് അറിയിച്ചവർക്ക് 15 ലക്ഷം രൂപ അവർക്ക് ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. ഈ ബാക്കിയുള്ള ആളുകൾ ടൗൺഷിപ്പ് പ്രവർത്തനം പണി വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഡിസംബർ ജനുവരി മാസത്തോടു കൂടി അവിടെ ആളുകൾ താമസിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷ. അവർക്കൊക്കെ വാടക ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ പരിഹരിക്കും.
അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ ഓക്കെ അതിന്റെ ഓക്കെ അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരുപക്ഷെ റവന്യൂ മന്ത്രിയുടെ പോലും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിലുള്ള താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം നിർദ്ദയമായ നടപടികൾ കാരണം ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന വില്ലേജ് ഓഫീസർക്ക് അവിടെ വന്നു, പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല ജനം. എന്തുകൊണ്ടാണ്? അവിടെ സംശാതമരക്കാർ അവിടെ ഉണ്ട്. അങ്ങനെ പ്രതിഷേധം ഉണ്ടാവണമെങ്കിൽ ജനപ്രതിനിധികൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടാവണം. സംശാതത്തിനെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായില്ലല്ലോ. തണ്ടി കാണുന്ന ജീപ്പിൽ തള്ളി വില്ലേജ് ഓഫീസറെ പുറത്തിറങ്ങാൻ അനുവദിക്കാൻ തിരിച്ചോടിച്ച സംഭവമാണ്. നാട്ടുകാർ വെറുതെ അങ്ങനെ ചെയ്യില്ലോ. നാട്ടുകാർക്കുള്ളിൽ രോഷമുള്ളത് കൊണ്ടാണ്. എന്താണ് ആ രോഷത്തിന്റെ കാരണം എന്നുകൂടി പഠിക്കേണ്ടത് സർക്കാർ ഉത്തരവാദിത്തമാണ്. തൃശൂർ കൊടകരയിൽ രാവിലെയാണ് കെട്ടിടം തകർന്ന് 3 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായത്. പശ്ചിമബംഗാൾ സ്വദേശികളാണ് മരിച്ചത്. വൈകുന്നേരമായപ്പോഴേക്കും 6 ആയപ്പോഴേക്കും മറ്റൊരു കെട്ടിടം കൂടി അവിടെ തകർന്നു വീണു. കുന്നംകുളത്താണ് ആ കെട്ടിടം തകർന്നു വീണത്. സൂരജ് അങ്ങോട്ടേക്കുള്ള യാത്രയിലുമാണെന്ന് തോന്നുന്നു. സൂരജ്, ഈ അപകടം ഉണ്ടായത് എങ്ങനെയാണ്? ഇതും നേരത്തെ കൊടകരയിലെ കെട്ടിടം പോലെ പടക്കം ചെന്ന കെട്ടിടം തന്നെയാണോ? എന്നിട്ട് പൂർണ്ണമായി തന്നെ തകർന്നു വീണോ ഈ കെട്ടിടവും? സൂരജ്, ഹഷ്മി, കഴിഞ്ഞ ഏതാനും ദിവസമായി തൃശ്ശൂരിൽ കനത്ത മഴയാണ് പെയ്യുന്നത്. അതിനിടയിലാണ് ഈ കാലപ്പഴക്കം മൂലം ഈ കൊടകരയിൽ ഇന്ന് രാവിലെ ഈ കെട്ടിടം തകർന്നു വീഴുന്നത് 3 അതിഥി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. വൈകുന്നേരമാകുമ്പോഴേക്കും കുന്നംകുളത്തും സമാനമായ ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഈ കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയും ഈ കെട്ടിടം തകരുന്നതിലേക്ക് നയിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. വൈകുന്നേരം 6:39 കൂടിയാണ് കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ ഇരുനില കെട്ടിടം തകർന്നു വീഴുന്നത്. അത് വലിയ തിരക്കേറിയ റോഡാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ കുന്നംകുളം പാതയിൽ ഈ കുറ്റിപ്പുറം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വടക്കാഞ്ചേരി വഴിയാണ് കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഏറെ തിരക്കേറിയ പാതയാണ്. ആ പാതയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ സമയം കെട്ടിടം തകർന്നു വീഴുന്ന സമയത്ത് വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. പക്ഷേ ഈ പ്രധാന പാതയിലേക്കാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിട അവശിഷ്ടങ്ങൾ മാറ്റാനുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുന്നംകുളം പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ടാണ് ഈ കെട്ടിടാവശിഷ്ടം ഇപ്പോൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. ഹാഷ്മി, ഓക്കെ, ഒരു കെട്ടിടം കൂടി തകർന്നു വീണു. അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ആരും അതിനിടയിലില്ല എന്നാണ് കരുതുന്നത്. ഭാഗ്യം, അത് ആരുമില്ലാത്ത കാരണമാണ് വലിയ ദുരന്തം ഒഴിവായത്. ശ്രീ MK ഹരിദാസ്, ഇവിടെ ഒരു കെട്ടിടം കൂടി പൊളിഞ്ഞു വീണ കാര്യം പറയുകയായിരുന്നു സൂരജ്. നമ്മൾ ഈ വാർത്ത വായിച്ചു തുടങ്ങിയ സമയത്ത് കാറ്റിലും മഴയിലും മരം പൊട്ടി വീണ് വീട് തകർന്ന് നാട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തച്ചനാട്ടുകാരെ പാലോട് എന്ന് പാലക്കാട് നിന്ന് മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇനി ഫഹദും ശ്രീ രാജഗോപാൽ കമ്മത്തും പറയുന്നത് പ്രകാരമല്ല, കാലാവസ്ഥാ പ്രവചന പ്രകാരം തന്നെ നമ്മൾ നാളെ മറ്റന്നാളും കഴിഞ്ഞാൽ മഴയൊന്ന് കുറയുന്നു. അതിനുശേഷം ഒരു 10-12 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് പിന്നെ പെരുമഴ തുടങ്ങുക. 10-12 ദിവസം എഫക്റ്റീവായി ഉപയോഗിക്കേണ്ട ദിവസങ്ങളാണ്. അത് ഈ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി അതിൻ്റെ അപകടാവസ്ഥ മാറ്റുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അപകടാവസ്ഥയിൽ നിന്ന് മരങ്ങൾ മാറ്റുക. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ റോഡിലെ കുഴികൾ ഒരു മുന്നറിയിപ്പ് വലയെങ്കിലും വെക്കുക, ഇവിടെ കുഴിയുണ്ടെന്നുള്ള കാര്യം. MK ഹരിദാസ്, നോക്കൂ, താങ്കൾ പറയണത് മുഴുവൻ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ സാങ്കേതിക തകരാറിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. പക്ഷേ ശ്രീ കമ്മത്ത് പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഞാൻ അങ്ങേയറ്റം 100% ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. വികസിത രാജ്യങ്ങളിലെ, അതിലിപ്പോൾ എൻ്റെ മകൻ ഒരു വികസിത രാജ്യത്തുണ്ട്. അവൻ പറയുന്നത് അവിടെ മഞ്ഞ് പെയ്യും, ഇത്ര മണിക്ക് മഞ്ഞ് പെയ്ത്ത് ആരംഭിക്കും, അതിനനുസരിച്ചിട്ട് ജനങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് സുരക്ഷ പാലിക്കണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് മഞ്ഞ് പെയ്തിരിക്കും. അത് കഴിഞ്ഞിട്ട് മഴയാണെങ്കിലും അതെ, വെയിലിൻ്റെ സെൽഷ്യസ് പറയുകയാണെങ്കിലും അതെ, എല്ലാം കൃത്യമായിട്ട് വികസിത രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ വികസിത രാജ്യത്തിൻ്റെ വക്കോളം കുതിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇന്ന് മഴ ദിനമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്യില്ല, നാളെയാണ് മഴ പെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ചെന്നെത്തി നിൽക്കുന്നുവെങ്കിൽ അത് കേരളത്തിലെ നികുതിദായകരോട് ചെയ്യുന്ന അങ്ങേയറ്റം നമ്മൾ പറയില്ലേ മോശമായ പ്രവണതയാണ്. നികുതിപ്പണം കൊണ്ട് മണിമാളികയിൽ ഉണ്ടുറങ്ങിയിട്ട് അവർ വിശ്രമിച്ച് കഴിഞ്ഞിട്ട് ചാനൽ മൈക്കിന് മുന്നിൽ വന്നിട്ട് ഓരോ ദുരന്തങ്ങൾക്കും അവർ ഈ കാണിച്ചു കൂട്ടുന്ന മുതലക്കണ്ണീരും അതുമാതിരി തന്നെ അവരുടെ പ്രകടനങ്ങളുണ്ടല്ലോ, അതല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നതിന് പകരം ഭയവും വേണം, ജാഗ്രതയും വേണം. അത് യാത്ര ചെയ്യുകയാണെങ്കിലും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിലും കെട്ടിടങ്ങളിൽ കിടന്നുറങ്ങുകയാണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ആളുകൾക്ക് ഭയവും ജാഗ്രതയും വേണ്ട ഒരു അന്തരീക്ഷത്തിൽ ഇന്നത്തെ ഈ പ്രകൃതി ദുരന്തങ്ങളെ ഓർത്ത് വിലപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കാനല്ല ഒരു സർക്കാരിനെ ജനങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ട് അധികാരത്തിൽ കയറ്റുന്നത്. ഇവിടെ കോർഡിനേഷൻ ഇല്ല ഹാഷ്മി, ഇവിടെ ഏകോപനമില്ല. ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും തമ്മിൽ ഏകോപനമില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അതായത് ഈ നമ്മുടെ ഫിറ്റ്നസ്
ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വർഷത്തിലൊരിക്കൽ, പുതിയ വാഹനങ്ങൾ 5 കൊല്ലം വരെയാണെങ്കിൽ 2 കൊല്ലത്തിലൊരിക്കൽ നടത്തുന്നുണ്ട്. എന്ത് ഫിറ്റ്നസ് ടെസ്റ്റാണ് ഇവിടെ നടത്തുന്നത്? ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ പറയുക എന്താണെന്നറിയോ? ബ്രേക്കിംഗ് ഇൻസ്പെക്ടർ എന്നാണ്. ബ്രേക്കിംഗ് ഇൻസ്പെക്ടർ ഇതാ ചെക്കിങ്ങിന് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശബരിമലയ്ക്കൊക്കെ പോണ സമയത്ത് കാറിലിരുന്നു കൊണ്ട് പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ബ്രേക്കിംഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ഫിറ്റ്നസ് ടെസ്റ്റിന് ചെല്ലുന്ന വാഹനങ്ങളുടെ ഒന്ന് ബ്രേക്ക് ചവിട്ടി നോക്കിയിട്ടല്ല. ഇപ്പോൾ താങ്കൾ ഇവിടെ കളമശ്ശേരിയിലാണ് ടെസ്റ്റ് നടക്കുന്നത്. നിങ്ങളുടെ ആൾക്കാരെ ഒന്ന് പറഞ്ഞയക്കണം. നന്നായി പെയിൻ്റ് അടിച്ചിട്ട് എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ട് പിടിപ്പിക്കേണ്ട ലൈറ്റുകൾ പിടിപ്പിച്ചിട്ട് കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്സാക്കുകയാണ്. കാരണം എന്താ? അവർക്ക് ആ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓർഡർ എടുത്തിട്ടുള്ള ഏജൻറ്റ് വഴി അവർക്ക് കിട്ടേണ്ട പൈസ കൃത്യമായിട്ട് അവരുടെ വീട്ടിലെത്തിക്കാനുള്ള സംവിധാനമായി കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു കാര്യം നടക്കുമ്പോൾ ഈ ഫിറ്റ്നസ്സിന് വരുന്ന വാഹനത്തിൻ്റെ ടയറിന് കട്ടയുണ്ടോ എന്ന് പോലും ഈ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്ന MVDമാർ ചെക്ക് ചെയ്യുന്നില്ല, MVIമാർ ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഗതികേടിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈയിടെ എന്നൊരു സ്കൂൾ ഡ്രൈവർ പറഞ്ഞു, ഞാനത് വേറൊരു ചാനൽ ചർച്ചയിലും പറഞ്ഞതാണ്, സാർ ഇന്നലെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു വണ്ടിയാണ് സാർ, ഈ സ്കൂളുകാരോട് ഇതിൻ്റെ ടയർ മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റിയിട്ടില്ല. ഇത് കണ്ടില്ലേ സാർ, ഈ ടയർ മൊട്ടയായിട്ടുള്ള 4 ടയറും വെച്ചിട്ടാണ് ആ സ്കൂൾ വാഹനം ടെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. നാളെ അതിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോഴുണ്ടൊരു അപകടത്തിൽ എത്ര വലിയ ദുരന്തങ്ങളാണ് നമ്മൾക്ക് കേൾക്കാൻ കഴിയുക. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പറയില്ലേ, വകുപ്പുകൾ തമ്മിൽ ഒരു ഏകോപനവുമില്ല. ഇവിടെ ഫഹദ് പറഞ്ഞൊരു കാര്യത്തിന് കൂടി മറുപടി പറയാൻ എന്നോട് ഇതാവണം. അദ്ദേഹം എന്തോ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫഹദ്, ആലോചനകൾ, എനിക്ക് താങ്കൾ ആരാണെന്ന് അറിയില്ല, കാരണം എൻ്റെ മുമ്പിൽ TV ഇല്ലാത്ത കാരണം കൊണ്ട് താങ്കളുടെ എന്തിനെ പ്രതിദാനം ചെയ്തിട്ടാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തിന് എനിക്ക് അറിയില്ല, എന്തോ ആവട്ടെ. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞു ആലോചനകൾ. സാറേ, ഇവിടെ ഈ ആലോചനകളായിട്ട് എന്ത് പറ്റണമെന്നറിയോ? അത് പേപ്പറിൽ എഴുതി വെക്കപ്പെടുന്നതോട് കൂടിയിട്ട് ആ പ്രശ്നം തീരുകയാണ്. അത്തരത്തിൽ പേപ്പറിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ട് ആലോചനകൾ നടത്തുന്ന ഒരു സംഭവമല്ല വേണ്ടത്. ഹാഷ്മി, ഇവിടെ നമ്മൾ പറയാതെ പോകരുത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തക്കുറവിനെ കുറിച്ചിട്ട് പറയാതെ പോകരുത്. 18-19 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി നേരെ പോയി എവിടേക്ക്? നെതർലാൻഡിലേക്ക്. എന്ത്? റൂം ഫോർ റിവർ. പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് നടപടിയാണ് നാളിതുവരെ എടുത്തത്? 3 മാസം മുമ്പ് വരെ അതേക്കുറിച്ചിട്ട് ഇവിടുത്തെ ഇൻലാൻഡ് നാവിഗേഷനിലേക്ക് കൃത്യമായിട്ട് വിവരാവകാശ അപേക്ഷ അയച്ചപ്പോൾ കിട്ടിയിട്ടുള്ള എന്താണെന്നറിയോ? ഇതുവരെയ്ക്ക് 4 കോടി രൂപ IITക്ക് കൊടുത്തു. ഡയനാമിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൊല്ലം എത്രയായി ആലോചിക്കണം. 6 വർഷം കഴിഞ്ഞിട്ട് ഒരു ഡൈനാമിക് ടെസ്റ്റിൻ്റെ പുറകെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 27 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി സംഘവും കൂടിയിട്ട് നെതർലാൻഡിലേക്ക് പോകാൻ വേണ്ടി ചിലവാക്കിയത്. 4 കോടി 27 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഇന്നും മഴ പെയ്യുമ്പോൾ മനസ്സിൽ തീയാളിയിട്ടിരിക്കേണ്ട ഒരു സമൂഹമായിട്ട് കേരള സമൂഹത്തെ മാറ്റുന്ന ഇത്തരം ഭരണാധികാരികളുണ്ടല്ലോ, കേരളത്തിൻ്റെ ശാപമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇവരൊന്നും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരോട് അങ്ങേയറ്റ സിമ്പതിയോടുകൂടി പെരുമാറേണ്ട ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. അവർക്ക് കൊടുക്കേണ്ട 300 രൂപ കൃത്യമായിട്ട് കൊടുക്കാനും അവരുടെ റേഷൻ സൗജന്യമായിട്ട് എത്തിക്കാനും കഴിയാത്ത ഇവരിൽ നിന്നാണോ നാളെ നമുക്കൊരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സഹായിക്കുമെന്ന് നമ്മൾ അതിൽ സംഭവിച്ച ദുരന്തത്തെ നേർക്കുനേർ ബാധിച്ചവൾക്കുള്ള 300 രൂപയും വാടകയും മുടക്കമില്ലാതെ തുടരുന്നുണ്ട്. നേർക്കുനേരല്ലാതെ ബാധിച്ചു എന്ന് ഈ പറയുന്ന വില്ലേജ് ഓഫീസർ, തഹസിൽദാരൊക്കെ അങ്ങ് വിലയിരുത്തിയ അവരുടെ ഒരു മനോധർമ്മത്തിൽ അവർ നേർക്കുനേർ പോയി അന്വേഷണം എന്നാണ് പറയുന്നത്. ആ ആൾക്കാർ പറയുന്നത് അങ്ങനെ അന്വേഷണം എന്നുള്ളതെന്ന് ആൾക്കാർ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ 400ഓളം പേര് ഒഴിവാക്കി. ഞാൻ ചോദിക്കുന്നത്, സർക്കാരിൻ്റെ പക്കൽ പണമുണ്ട്, ഈ പൊതുജനം കൊടുത്ത പണമാണ്. ഇപ്പം ഫഹദ് പറഞ്ഞതുപോലെ ശരിയാണ്, ടൗൺഷിപ്പിനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ട പണമാണെങ്കിൽ തന്നെയും അവർക്ക് കൊടുക്കാനുള്ള പണം തൽക്കാലം സർക്കാരിൻ്റെ പക്കലുണ്ട്. എന്തിനാണ് ഞാൻ 400 പേരെ 300 പേരിൽ ഒഴിവാക്കേണ്ട കാര്യം? എന്താ? കുറച്ചാളെ കൊടുത്താൽ എന്താ പ്രശ്നം? ആഷ്മി, എന്നോടാണോ? അതെ. ഇത്തരത്തിലുള്ള വിവേചനമല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം? ഇത്രയും വലിയ വിവേചനമല്ലേ നമ്മുടെ പ്രശ്നം? ഒരു ദുരന്തത്തിനിരയായവരെ കുറേ പേരെ ഇടത്തോട്ട് മാറ്റി നിർത്തിയിട്ട് ഇവർ അതിന് അർഹരാണ്, വലത്തോട്ട് മാറി നിൽക്കുന്നവർക്ക് ഇതിന് അർഹതയില്ല എന്ന് പറയാൻ ഏത് സർക്കാർ ഉദ്യോഗസ്ഥനാണ് കഴിയുക? ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടായിട്ട് കണക്കാക്കിയാൽ തന്നെ നമുക്കൊക്കെ അറിയാം. അവിടെ ഇപ്പോഴും മണ്ണിനടിയിൽ കുറേ പേര് ഉറങ്ങുന്നുണ്ട്. അവരാരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ധനസഹായം നൽകുന്ന കാര്യത്തിലായാലും റേഷൻ നൽകുന്ന കാര്യത്തിലായാലും അവർക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും ഇത്തരത്തിലുള്ള വിവേചനം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ 24 മണിക്കൂറിനുള്ളിലെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയാണ്. അല്ലാണ്ട് ഇവരൊക്കെയാണോ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ? നേർക്കുന്ന വിമർശനം ഉണ്ടായതുകൊണ്ട് മറുപടി. ഞാനങ്ങനെ അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാളോട് മറുപടി പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. നമ്മുടെ സംവിധാനങ്ങൾ
പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോർഡിനേഷൻ്റെ കാര്യങ്ങളൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. താങ്കളുടെ അനുഭവങ്ങളെയൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നതിന് ഞാൻ അർത്ഥമില്ല, അത് ഞാൻ മാനിക്കുന്നു. തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി വരും. പക്ഷേ നമ്മളിതിനെ കാണേണ്ടത് ഗ്രാജുവലി ആയിട്ട് വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ആ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഞാൻ മനസ്സിലാക്കുന്നതാണ്. റോഡിൻ്റെ കാര്യത്തിലാവട്ടെ, മറ്റൊരു സർവീസ് ഡെലിവറികളുടെ കാര്യത്തിലാവട്ടെ, എല്ലാ കാര്യത്തിലും. പക്ഷേ ഈ കാര്യത്തിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ 402 കുടുംബങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഒരു മുടക്കം വന്നിട്ടില്ല. 27 കുടുംബങ്ങളാണെന്നാണ് എനിക്ക് അവിടുന്ന് കിട്ടിയ അറിവ്. ചിലപ്പോൾ 400 പേരെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് അവിടെ നിന്ന് വിവരമാണ് സബ്ജക്ട് കറക്റ്റ്. അവരുടെ പ്രശ്നം അവിടെ വഴി ഒലിച്ചു പോയ പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ വേറെ റോഡ് നിർമ്മിക്കാനും വെളിച്ചമുള്ള റോഡ് നിർമ്മിച്ചു കൊടുത്താൽ അവരുടെ പ്രശ്നം താൽക്കാലിക. പക്ഷെ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. അവിടുത്തെ പ്രശ്നം അവർക്ക് ജീവനോപാധിയുടെ പ്രശ്നമാണ്. അവർക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതിന്റെ പ്രശ്നമുണ്ട്. ഇത് ആശ്രയിച്ച് ജീവിച്ച മനുഷ്യർ കുറേ ഉണ്ടായിരുന്നു. ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നൊരു നാൾ ഈ 300 രൂപ വേണ്ട എന്നൊക്കെ തീരുമാനിച്ചപ്പോഴേക്കും അവർ എംബ്രാസ്ഡ് ആയി എന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഒരു വില്ലേജ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഉണ്ടായിരുന്നു. ആ വില്ലേജ് ഓഫീസറോട് ജനങ്ങൾക്ക് സ്നേഹമായിരുന്നു. വില്ലേജ് ഓഫീസർ മാറി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ആ വില്ലേജ് ഓഫീസറോട് അദ്ദേഹം പുറത്തിറങ്ങണ്ട എന്ന് ജനം പറയേണ്ട കാരണം എന്താണെന്ന് ഉദ്യോഗസ്ഥർ ആലോചിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.